നമസ്കാരം. ലോകം മുഴുവൻ നിദ്രയിലാണ്ട് നിൽക്കുന്ന വേളയിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുന്നുവെന്ന് സങ്കല്പിക്കുക. തൊട്ടു പിന്നാലെ പരിചിതമായ ഒരു ശബ്ദത്തിൽ ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നു. പുറത്തു നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയോ പ്രിയ സുഹൃത്തോ ആണെന്ന് കരുതി നിങ്ങൾ വാതിൽ തുറക്കുന്നു. എന്നാൽ അവിടെ ആരുമില്ല. വെറും ശൂന്യതയും തണുത്ത കാറ്റും മാത്രം. ഇത് കേവലം ഒരു ഹൊറർ സിനിമയിലെ രംഗമല്ല. മലബാറിലെ പുരാതനമായ തറവാടുകളിലും ഗ്രാമപ്രദേശങ്ങളിലും നൂറ്റാണ്ടുകളായി വാമൊഴിയായി കൈമാറി വരുന്ന കൊള്ളിവാക്കൻ എന്ന പ്രതിഭാസത്തിന്റെ നേർചിത്രമാണ്. വിശ്വാസങ്ങൾക്കും ശാസ്ത്രത്തിനുമിടയിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി കൊള്ളിവാക്കൻ നിലകൊള്ളുന്നു. ആരാണ് കൊള്ളിവാക്കൻ? മലബാറിന്റെ നാടോടി ഐതിഹ്യങ്ങളിൽ ഏറ്റവും ഭീതിയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കൊള്ളിവാക്കൻ. രാത്രികാലങ്ങളിൽ വീടിന് പുറത്തു വന്ന് വാതിലിൽ മുട്ടുകയും വീട്ടിലുള്ളവരെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തിയാണിത്. കൊള്ളിവാക്കൻ എന്ന പേര് വരുന്നത് തന്നെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവൻ അല്ലെങ്കിൽ കൊല്ലാൻ വിളിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പഴമക്കാർ പറയുന്നു. ഈ ശക്തിക്ക് കൃത്യമായൊരു രൂപമില്ല. അതൊരു നിഴലായോ വെളിച്ചമായോ അല്ലെങ്കിൽ വെറും വായുവിലോ നിലകൊള്ളുന്നു. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ശബ്ദം അനുകരിക്കാനുള്ള കഴിവാണ്. കൊള്ളിവാക്കൻ ഒരിക്കലും ഒരു ഭീകര ശബ്ദത്തിലല്ല നിങ്ങളെ സമീപിക്കുന്നത്. പകരം നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുടെ ശബ്ദത്തിലായിരിക്കും അവൻ എത്തുക. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന മകനെ അമ്മയുടെ ശബ്ദത്തിൽ വിളിക്കുന്നു. അപകടത്തിൽപ്പെട്ട സുഹൃത്ത് വാതിലിൽ വന്ന് മുട്ടുന്നതായി തോന്നിക്കുന്നു. ഇത്തരത്തിൽ വൈകാരികമായി ഒരാളെ സ്വാധീനിച്ച് കതക് തുറപ്പിക്കുക എന്നതാണ് ഈ ദുർശക്തികളുടെ ലക്ഷ്യം. നാം ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന നിമിഷം ആ വ്യക്തി കൊള്ളിവാക്കന്റെ അധീനതയിലാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊള്ളിവാക്കന്റെ വിളി കേട്ട് പുറത്തിറങ്ങുന്നവർ പിന്നീട് ഒരിക്കലും മടങ്ങി വരാറില്ല. അവർ കാറ്റിലെന്ന പോലെ അലിഞ്ഞു ചേരുന്നു. ദുരൂഹമായ സാഹചര്യത്തിൽ ആളുകൾ അപ്രത്യക്ഷമാകുന്ന സംഭവങ്ങളെ ഇന്ന് മലബാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കൊള്ളിവാക്കനുമായി ബന്ധിപ്പിക്കാറുണ്ട്. കതക് തുറന്ന് പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് അന്നൊന്നും സംഭവിച്ചില്ലെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അവർ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടും. മാനസിക നില തെറ്റുകയോ ശരീരം തളർന്നു പോവുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവർ മാറുന്നു. ചില സന്ദർഭങ്ങളിൽ കതക് തുറക്കുന്ന ഉടൻ തന്നെ ഭയം കൊണ്ട് ഹൃദയസ്തംഭനം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. പഴയകാലത്ത് കൊള്ളിവാക്കനെ പ്രതിരോധിക്കാൻ നമ്മുടെ കാരണവന്മാർ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നും പല വീടുകളിലും പാലിക്കപ്പെടുന്നുണ്ടുമുണ്ട്. പഴയകാലത്ത് കൊള്ളിവാക്കനെ പ്രതിരോധിക്കാൻ നമ്മുടെ കാരണവന്മാർ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്നും പല വീടുകളിലും പാലിക്കപ്പെടുന്നുണ്ട്. രാത്രിയിൽ ആരെങ്കിലും വിളിച്ചാൽ ആദ്യത്തെ വിളിക്ക് മറുപടി നൽകരുത്. രണ്ടാമത്തെ വിളിക്കും കാതോർക്കുക. മൂന്നാമതും കൃത്യമായ ശബ്ദത്തിൽ വിളിച്ചാൽ മാത്രം പ്രതികരിക്കുക. ഇതിന് പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. കൊള്ളിവാക്കൻ അല്ലെങ്കിൽ അമാനുഷിക ശക്തികൾക്ക് ഒരാളെ ഒരേ ശബ്ദത്തിൽ 2 തവണയിൽ കൂടുതൽ വിളിക്കാൻ കഴിയില്ലത്രേ. മൂന്നാമത്തെ വിളിയിൽ അവരുടെ ശബ്ദം മാറുകയോ അല്ലെങ്കിൽ അവർക്ക് വിളിക്കാൻ കഴിയാതെ വരികയോ ചെയ്യും. അതുകൊണ്ട് 3 തവണ വിളിക്കുന്നത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വാതിൽ തുറക്കുക എന്നത് മലബാറിലെ ഒരു പ്രധാന സുരക്ഷാ മുൻകരുതലാണ്. മലബാറിലെ പഴയ തറവാടുകളിലാണ് ഈ കഥയ്ക്ക് കൂടുതൽ പ്രചാരമുള്ളത്. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ, വയലുകൾക്ക് നടുവിലെ ഒറ്റപ്പെട്ട വീടുകൾ എന്നിവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു. കവിങ്ങിൻ തോട്ടങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിൽ ആരോ പേര് വിളിക്കുന്നത് പോലെ തോന്നുന്നത് ഇന്നും പലർക്കും പേടി സ്വപ്നമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ ഇതിനെ ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് വിളിക്കാം. അമിതമായ പേടിയോ ഏകാന്തതയോ ഉള്ളപ്പോൾ നമ്മുടെ തലച്ചോറ് പരിചിതമായ ശബ്ദങ്ങൾ കേൾപ്പിക്കാറുണ്ട്. കൂടാതെ രാത്രിയിൽ കാറ്റ് മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന വിസിലിംഗ് ശബ്ദം മനുഷ്യ ശബ്ദമായി തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. എങ്കിലും തലമുറകളായി കൈമാറി വന്ന ഈ കഥകളെ വെറും ഭാവന എന്ന് തള്ളിക്കളയാൻ മലബാറുകാർ തയ്യാറല്ല. കാരണം ഓരോ കഥയ്ക്ക് പിന്നിലും തിരിച്ചറിയപ്പെടാത്ത ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. കൊള്ളിവാക്കൻ എന്നത് വെറും ഒരു കഥയാകാം, അല്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതോ അജ്ഞാത സത്യവുമാകാം. എന്തു തന്നെയായാലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ആ ശബ്ദത്തിന് പിന്നാലെ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ അതോ നിങ്ങളെ തേടിയെത്തുന്ന കൊള്ളിവാക്കനാണോ എന്ന്. വെബ് ഡെസ്ക് തത്തുമൈ TV.